60 വയസ്സ് കഴിഞ്ഞവരുടെ അക്കൗണ്ടുകളിലേക്ക് ജനുവരി മാസത്തിൽ 4000 രൂപ. വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുകയാണ്. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. www.janakshemammedia.com എന്ന വെബ്സൈറ്റിലും നിങ്ങൾക്ക് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭ്യമാവുന്നതാണ്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഈ ഒരു തുക തടസ്സം വന്നിട്ടുള്ള ആളുകൾ, കഴിഞ്ഞ മാസത്തെ ഗഡു ലഭിച്ചു പിന്നീട് ലഭിക്കാത്ത നിരവധി ഗുണഭോക്താക്കളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇനി 22ാമത്തെ ഗഡു അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാനിരിക്കെയാണ് ഇപ്പോൾ പുതിയ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. അർഹരായിട്ടുള്ള കൂടുതൽ ആളുകൾക്ക് ഈ ഒരു പദ്ധതിയിൽ അംഗമാകുവാനുള്ള അവസരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ അനർഹമായി ഈ ഒരു തുക ലഭിച്ചിട്ടുള്ള ഗുണഭോക്താക്കളെ ഈ ഒരു പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുന്ന നടപടികളും ഇപ്പോൾ പുരോഗമിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ പുതിയതായി അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഈ അടുത്ത് ഭൂമി വാങ്ങിയിട്ടുള്ള ആളുകൾക്ക്, അതായത് 2019 ശേഷം കൃഷിഭൂമി വാങ്ങിയിട്ടുള്ള ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഈ ഒരു പദ്ധതി ആരംഭിച്ച കാലഘട്ടം മുതൽ 2019 ശേഷമാണ് ഈ ഒരു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന ഒരു പദ്ധതി ആരംഭിച്ചത്. അപ്പോൾ അതിന് ശേഷം വാങ്ങിയവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തത്. 2019 വരെ കൃഷിഭൂമിയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കുവാനും സാധിക്കും. അതിനായി പുതിയ അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ 2018-19 കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കരമടച്ചതിൻ്റെ പകർപ്പ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കൃഷിഭൂമി ഉണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു രേഖയാണിത്. എന്നാൽ ഭൂമിക്ക് പരിധി നിശ്ചയിച്ചിട്ടില്ല. കൃഷിഭൂമി ഉണ്ടായിരിക്കണം എന്ന് മാത്രം. ഇത് കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. റേഷൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, കരമടച്ച രസീത് എന്നിവയാണ് നിങ്ങൾ സമർപ്പിക്കേണ്ട രേഖകൾ. ആധാർ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലേക്ക് OTP ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ആധാർ അധിഷ്ഠിതമായാണ് തുക വിതരണം നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആധാർ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ CSS സെന്ററുകൾ വഴിയോ അപേക്ഷകൾ നൽകുവാൻ സാധിക്കും. ഒരു കുടുംബത്തിൽ ഒരംഗത്തിന് മാത്രമേ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. സർക്കാർ പൊതുമേഖലാ ജീവനക്കാരും പെൻഷൻകാരും ഇൻകം ടാക്സ് അടയ്ക്കുന്നവരും പ്രൊഫഷണൽ ജോലിയെടുക്കുന്ന ആളുകൾ, നഗരസഭാ ചെയർമാൻ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുകയില്ല. കൂടുതൽ പേർക്ക് കൂടുതൽ PM കിസാൻ ആനുകൂല്യം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്കൊപ്പം തന്നെ അനർഹമായി ആനുകൂല്യം കൈപ്പറ്റുന്നവരെ ഒഴിവാക്കുന്ന നടപടിയും ഊർജിതമാക്കിയിട്ടുണ്ട്. അനർഹമായി ആനുകൂല്യം കൈപ്പറ്റിയവരിൽ നിന്ന് ഏകദേശം 40,000-ലധികം കോടി രൂപ കേന്ദ്ര സർക്കാർ ഈ ഒരു അടുത്ത കാലത്ത് തിരിച്ചു പിടിച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരേ കുടുംബത്തിലെ ആളുകൾ അനർഹമായി ആനുകൂല്യം നേടിയെടുക്കുന്നുവെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം കണ്ടെത്തുകയും ചെയ്തു. ഇത്തരത്തിൽ 25 ലക്ഷത്തിലധികം അക്കൗണ്ടുകൾ രാജ്യവ്യാപകമായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് അനർഹമായി കണ്ടെത്തിയ ആനുകൂല്യം തിരിച്ചു പിടിക്കുന്ന നടപടി ആരംഭിച്ചത്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് ഇനി 22ാമത്തെ ഗഡു അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാവുക. അത് ഈ ഒരു ജനുവരി മാസത്തിൽ ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. ഇനി തിരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ ഈ ഒരു തുക നേരത്തെ വിതരണം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അടുത്തതായി ലഭിക്കുന്ന മറ്റൊരു ആനുകൂല്യം എന്ന് പറയുന്നത് ജനുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണമാണ്. ഈ ഒരു ജനുവരി മാസത്തിൽ 2000 രൂപയുടെ വിതരണമായിരിക്കും ഉണ്ടാവുക. ഓരോ ക്ഷേമ പെൻഷൻ ഗുണഭോക്താവിന്റെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും 25-ാം തീയതിക്ക് ശേഷം 2000 രൂപ വീതം ലഭ്യമാവുന്നതാണ്. കടമെടുപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് 20-ാം തീയതിക്ക് ശേഷമാണ്. 24-നോ 25-നോ ആയിരിക്കും ഇതിന്റെ സർക്കുലർ പുറത്തിറങ്ങുക. അതിനുശേഷമായിരിക്കും വിതരണം ഉണ്ടാവുക. 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് കിസാൻ സമ്മാൻ നിധി കൂടി ലഭിക്കുന്ന ഗുണഭോക്താവാണെങ്കിൽ 4000 രൂപ അക്കൗണ്ടുകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി ഒരു ജനുവരി മാസത്തിൽ വരുന്ന പുതിയൊരു മാറ്റം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ തന്നെ മാറ്റം വരികയാണ്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നാണ് പുതിയ പേര്. പുതിയതായി വന്നിരിക്കുന്ന ബിൽ പ്രകാരം 100 ദിവസത്തെ തൊഴിൽ ദിനത്തിന് പകരം ഇനി 125 തൊഴിൽ ദിനങ്ങളാണ് ലഭിക്കുക.
അതോടൊപ്പം തന്നെ വേതന വർധനവും കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകുകയാണ്. വേതനം ആഴ്ചയിലോ പരമാവധി 15 ദിവസത്തിനുള്ളിലോ നൽകണം. 15 ദിവസത്തിനുള്ളിൽ ജോലി നൽകിയില്ല എങ്കിൽ സംസ്ഥാനങ്ങൾ തൊഴിലില്ലായ്മ വേതനം നൽകേണ്ട സാഹചര്യമുണ്ടാകും. അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.